ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് +2 മൈക്രോ എക്കണോമിക്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരുന്നു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ ഓരോ പോയിന്റുകളും എന്താണ് കാണിക്കുന്നത് എന്നെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ബാക്കി പോർഷനാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് പോർഷൻ കൂടി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ബിസിനസ്, ഇംഗ്ലീഷ് ഈ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഫ്രണ്ട് പറഞ്ഞു തരുന്നത് പോലെ മനസ്സിലാകുന്ന രീതിയിൽ അങ്ങനെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് പഠിച്ചു പോകാം. സോ മൈക്രോ എക്കണോമിക്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. അതിൽ നമ്മൾ 3 സമ്പദ് വ്യവസ്ഥകളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. എക്കണോമിക് സിസ്റ്റം, സമ്പദ് വ്യവസ്ഥ. അതിൽ ആദ്യത്തേതാണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി അഥവാ സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് നമ്മളിതിനെ പറയും. രണ്ടാമത്തേതാണ് മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് നമ്മൾ പറയും. മൂന്നാമത്തേത് മിക്സഡ് എക്കോണമിയാണ്. സോ ഇതിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള പോയിന്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഈ ഇങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥകളുടെ പ്രത്യേകതകൾ എന്താണ്, ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളത് പഠിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തേത് സെൻട്രലി പ്ലാൻഡ് എക്കോണമി, സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ഗവൺമെൻറ്റിൻ്റേതാണ്. സോഷ്യലിസ്റ്റ് എക്കോണമി എന്നാണ് അതിന് വേറെ പേര്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ആണ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ അഥവാ ഉൽപാദനം ഏറ്റെടുത്ത് നടത്തുന്നതും എല്ലാ സാധനങ്ങളുടെ ഓണർഷിപ്പും ഉടമസ്ഥാവകാശവും ഒക്കെ ആരുടെ ആയിരിക്കും? ഗവൺമെൻറ്റിൻ്റേതായിരിക്കും. സ്റ്റേറ്റ് അല്ലെങ്കിൽ കളക്റ്റീവ് ഓണർഷിപ്പ് എന്ന് നമ്മളതിനെ പറയും. സോ ഓണർഷിപ്പ് ഗവൺമെൻറ്റിൻ്റേതായിരിക്കും ഇവിടെ. അതാണ് ആദ്യത്തെ അതിൻ്റെ ഫീച്ചർ. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു എക്കോണമിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ എക്കണോമിക് പ്ലാനിങ്ങിലൂടെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. പ്ലാനിങ് കമ്മിറ്റി ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ഉണ്ടാകും. അങ്ങനെയുള്ള സെൻട്രൽ എക്കണോമിക് പ്ലാനിങ്ങിലൂടെയാണ് എക്കണോമിക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തേത് ഇതിവിടെ ഗവൺമെൻറ് അല്ലേ എല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിനോട് കോമ്പീറ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, മത്സരിക്കാൻ ആരും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ ഇവിടെ കുറവായിരിക്കും. ദെൻ നാലാമത്തേതാണ് ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? സോഷ്യൽ വെൽഫെയർ ആയിരിക്കും. ലാഭമായിരിക്കില്ല, സോഷ്യൽ വെൽഫെയർ ആയിരിക്കും ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ 4 ഫീച്ചറാണ് ഇതിൽ പറയുന്നത്. ഓണർഷിപ്പ് ഗവൺമെൻറ്റിൻ്റേതാണ്. പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് സെൻട്രൽ എക്കണോമിക് പ്ലാനിങ്ങിലൂടെയാണ്. കോമ്പറ്റീഷൻ ഇവിടെ ഇല്ല. മാക്സിമം സോഷ്യൽ വെൽഫെയർ ആണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി അതേപോലെ തന്നെയുള്ള ഇതിനൊരു എക്സാമ്പിൾ ഉണ്ട്. സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ എക്സാമ്പിളാണ് ചൈന കേട്ടോ. വിത്ത് എക്സാമ്പിൾ പഠിക്കണം. ചൈന ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ദെൻ രണ്ടാമത്തേതാണ് മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. സോ മാർക്കറ്റ് എക്കോണമിയിൽ എന്താ പറയുന്നത്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് ഇതിനെ പറയും. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ഓണർഷിപ്പും എല്ലാം ആരുടേതായിരിക്കും? പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളുടേതായിരിക്കും ഓണർഷിപ്പ് ഉണ്ടാകാം. അപ്പോൾ ഇത് ലൈസൻസ് ഫെയർ എക്കോണമി എന്ന് പറയാറുണ്ട്. ലൈസൻസ് ഫെയർ എക്കോണമി എന്ന് പറയാൻ കാരണം ഇവിടെ നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, അതായത് ഈ എക്കോണമിയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ വളരെ കുറവായിരിക്കും. മറ്റേതിൽ നമ്മൾ സോഷ്യലിസ്റ്റ് പറഞ്ഞതിൽ ഗവൺമെൻറ്റിനാണ് കൂടുതൽ ഉടമസ്ഥാവകാശവും ഓണർഷിപ്പും എല്ലാം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വരുമ്പോൾ ഗവൺമെൻറ്റിന് അങ്ങനെ റോളില്ല. ജസ്റ്റ് നിയമങ്ങളെല്ലാം പാസ്സാക്കുക എന്നുള്ള ആ ഒരു ചെറിയ റോള് മാത്രമേ ഉള്ളൂ. ഉൽപ്പാദനത്തിനൊന്നും ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു റോളില്ല. അതാണ് ലൈസൻസ് ഫെയർ പോളിസി എന്ന് പറയുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പ്രൈവറ്റ് വ്യക്തികളുടേതാണ് സാധനങ്ങളെല്ലാം. കൺസ്യൂമേഴ്സിനാണ് സാധനങ്ങൾ പൈസ കൊടുത്ത് മേടിക്കാൻ കഴിവുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ ഒരു വിലയുള്ളൂ അല്ലെങ്കിൽ ഒരു പവറുള്ളൂ. സോ ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ് മോട്ടീവാണ്. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇവിടെ ഹൈ ആയിരിക്കും. എല്ലാവരിലും നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. ഇവിടെ പ്രോബ്ലം സോൾവിങ് എക്കണോമിയിൽ വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് ഈ മെത്തേഡാണ്, പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ്. അത് പഠിച്ചു വയ്ക്കണം കേട്ടോ. പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിന് റോള് കുറവാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, കൺസ്യൂമേഴ്സിനാണ് റോളുള്ളൂ, പ്രോഫിറ്റാണ് ലക്ഷ്യം, കോമ്പറ്റീഷൻ കൂടുതലാണ്. പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ്. അപ്പോൾ ഇതാണ് ഏത്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ എക്സാമ്പിളാണ് അമേരിക്ക. വിത്ത് എക്സാമ്പിൾ പഠിക്കണം കേട്ടോ. അമേരിക്ക ഇതിനൊരു എക്സാമ്പിളാണ്. ഇത് രണ്ടും കൂടാതെ ഒരു തേർഡ് ടൈപ്പ് ഓഫ് എക്കോണമി ഉണ്ട്. അതാണ് മിക്സഡ് എക്കോണമി. മിക്സഡ് എക്കോണമിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല.
നമ്മൾ ഈ സോഷ്യലിസ്റ്റ് എക്കോണമിയിലും ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലും പഠിച്ച ആ പോയിന്റ്സ് ഉണ്ടല്ലോ അത് രണ്ടും മിക്സ് ചെയ്ത് എഴുതിയാൽ മതി. അതായത് മിക്സഡ് എക്കോണമിയിൽ ഗവൺമെൻറ്റും ഉണ്ടാകും പ്രൈവറ്റും ഉണ്ടാകും. ഗവൺമെൻറ്റിനെയാണല്ലോ നമ്മൾ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്. സോ എക്സിസ്റ്റൻസ് ഓഫ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ, അവിടെ പ്രൈവറ്റ് സെക്ടറും ഉണ്ടാകും പബ്ലിക് സെക്ടറും ഉണ്ടാകും. പ്രൈവറ്റ് സെക്ടർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പ്രൈസ് മെക്കാനിസത്തിലൂടെയും പബ്ലിക് സെക്ടർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എക്കണോമിക് പ്ലാനിങ്ങിലൂടെ ആയിരിക്കും. പിന്നെ അവിടെ കോമ്പറ്റീഷനും ഉണ്ടാകും, എന്നാൽ അവിടെ എന്താണ് ഗവൺമെൻറ് കൺട്രോളും ഉണ്ടാകും എന്നുള്ളതാണ്. അവിടെ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് പ്രോഫിറ്റ്, പ്രൈവറ്റ് സെക്ടറിൻ്റെ ലക്ഷ്യം പ്രോഫിറ്റ് ആയിരിക്കും, പബ്ലിക് സെക്ടറിൻ്റെ ലക്ഷ്യം സോഷ്യൽ വെൽഫെയർ ആയിരിക്കും. രണ്ടെണ്ണത്തിന് 4 പോയിൻറ്റ്സ് മിക്സ് ചെയ്ത് ഇതിലേക്ക് എഴുതിയാൽ മിക്സഡ് എക്കോണമി ആയി. മിക്സഡ് എക്കോണമിയുടെ എക്സാമ്പിളാണ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ സമ്പദ് വ്യവസ്ഥകളെ എക്കണോമിക് സിസ്റ്റത്തിനെ പറ്റിയിട്ട് പഠിച്ചു. ഇനി നമുക്ക് 2 ടൈപ്പ് ഓഫ് എക്കോണമിയെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഇത് 2 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. 2 ടൈപ്പ് ഓഫ് എക്കോണമി, പോസിറ്റീവ് എക്കണോമിക് അനാലിസിസും നോർമേറ്റീവ് എക്കണോമിക് അനാലിസിസും. അധികം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ആഴത്തിൽ പഠിക്കുന്ന ജസ്റ്റ് ഈ സെൻറ്റൻസ് മാത്രം പഠിച്ചാൽ മതി. അതായത് ഒരു എക്കോണമിക് പ്രോബ്ലം, ഒരു സാമ്പത്തിക ഒരു പ്രശ്നം വരാണ്, അതെന്താണ്? ഇപ്പോൾ അൺഎംപ്ലോയ്മെൻ്റ് ആണ്, തൊഴിലില്ലായ്മ. ഓക്കെ, നമ്മളതെന്താണെന്ന് മാത്രം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ്. അവിടെ നമ്മൾ ജഡ്ജ്മെൻറ്റ് ഒന്നുമില്ല, നോ വാല്യൂ ജഡ്ജ്മെൻറ്റ്. ജസ്റ്റ് അതെന്താണ്, വാട്ട് ഇറ്റ് ഈസ്, എന്താണ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് മാത്രം നമ്മൾ പഠിക്കുന്നുള്ളൂ. ഒരു എക്കണോമിക് പ്രോബ്ലം അങ്ങനെ മാത്രമേ പഠിക്കുന്നുള്ളൂ എങ്കിൽ അതാണ് പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ്. അതേസമയം നോർമേറ്റീവ് എക്കണോമിക് അനാലിസിസ് എന്ന് വെച്ചാൽ ദ പ്രോബ്ലം ആസ് വാട്ട് ഇറ്റ് ഓട്ട് ടു ബി, ഇത് എങ്ങനെയാണ്, എന്താണ് ഇതിൽ സംഭവിച്ചത്, ആ ഒരു സംഭവം സൊസൈറ്റിക്ക് നല്ലതാണോ ചീത്തയാണോ, അവിടെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് മാത്രം പഠിച്ചാൽ അത് പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ് ആയി അല്ലേ. ഇനി അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു, അതെങ്ങനെ നമ്മുടെ സൊസൈറ്റീനെ ബാധിച്ചു, ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെയാണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഒപ്പീനിയൻ ഉണ്ടാകും, വാല്യൂ ജഡ്ജ്മെൻറ്റ് ഉണ്ടാകും. സോ വാട്ട് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത് പോസിറ്റീവ് എക്കണോമിക്സും വാട്ട് ഇറ്റ് ഓട്ട് ടു ബി എന്ന് പറഞ്ഞ് പഠിക്കുന്നത് നോർമേറ്റീവ് എക്കണോമിക്സും ആണ്. ജസ്റ്റ് 2 മാർക്സിലേക്ക് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ, അപ്പോൾ അതും പഠിച്ചു വെച്ചേക്കാം. ലാസ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് നമ്മൾ മാക്രോ എക്കണോമിക്സിലും ആദ്യത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ചതാണ് അല്ലേ, ആദ്യത്തെ പാഠത്തിന് വീഡിയോ മാക്രോയുടെ ചെയ്തപ്പോൾ അതിൽ പഠിച്ചതാണ്. സോ മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ എക്കോണമിയിലെ സ്മോൾ യൂണിറ്റുകളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതായത് ഒരു കമ്മോഡിറ്റി എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്യണം, എന്തുമാത്രം പ്രൈസ് അതിന് വയ്ക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ വേണം എന്നുള്ള ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രൈസ് തിയറി. അതേസമയം മാക്രോ എന്ന് പറഞ്ഞാൽ ലാർജ് എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ എക്കോണമി ആസ് എ ഹോൾ, എക്കോണമി മുഴുവനായിട്ടും പഠിക്കുകയാണ്. എക്കോണമിയിലെ ബാങ്കുകളെ മുഴുവൻ പറ്റിയിട്ട് പഠിക്കുന്നു. അങ്ങനെ എക്കോണമി മൊത്തത്തിൽ പഠിക്കുന്നതാണ് നാഷണൽ ഇൻകം, രാജ്യത്തെ മൊത്തം വരുമാനത്തെ പറ്റി പഠിക്കുന്നു, ജനറൽ പ്രൈസ് ലെവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളെ പഠിക്കുന്നു, ഹോളായിട്ടുള്ള കാര്യങ്ങളെ പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സിൽ. അതുകൊണ്ട് ഇതിനെ അഗ്രിഗേറ്റ് എക്കണോമിക്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ ഡിഫറൻസുകൾ നമ്മൾ എവിടെ പഠിച്ചിരുന്നു, നമ്മൾ മാക്രോ എക്കണോമിക്സ് പഠിച്ചിരുന്നു. അതായത് നമ്മൾ ഇതിനെ പ്രൈസ് തിയറി എന്ന് പറയും, ഇവിടെ പ്രൈസ് മെക്കാനിസം ആണ് മൈക്രോ എക്കണോമിക്സിലെ മെയിനായിട്ടുള്ള കാര്യം. അതേസമയം മാക്രോ എക്കണോമിക്സിന് അഗ്രിഗേറ്റ് എക്കണോമിക്സ് എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. ദെൻ അവിടെ വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളവിടെ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ ആദ്യത്തെ പാഠം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ പാഠത്തിൽ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആദ്യം പഠിച്ച പല പല ഡെഫിനീഷൻസ് ഉണ്ട്. ഡെഫിനീഷൻസ് ഓരോരുത്തരുടെ പേര് വെച്ചിട്ട്, പിന്നെ നമ്മൾ ഒരു 2 മാർക്സിന് എക്കണോമിക് പ്രോബ്ലത്തിൻ്റെ റീസൺ പഠിച്ചിരുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ദി എക്കോണമി 5 മാർക്കിലേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, അതെല്ലാം. പിന്നെ നമ്മളിവിടെ പഠിച്ചതാണ് PPC കർവിനെ പറ്റിയിട്ട്. അതിൽ PPC കർവിൽ ഓരോ പോയിൻറ്റും എന്ത് കാണിക്കുന്നു എന്നുള്ളത് 3 മാർക്കിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ പിന്നെ നമ്മളിതിൽ പഠിച്ച എക്കണോമിക് സിസ്റ്റംസ് ഉണ്ടല്ലോ, അത് 4 മാർക്കിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമ്മളിവിടെ പഠിച്ച പോസിറ്റീവ് എക്കണോമിക് അനാലിസിസും നോർമേറ്റീവ് എക്കണോമിക് അനാലിസിസും 2 മാർക്കിന് വരാവുന്ന ചോദ്യവും. ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് 4 മാർക്കിന് വരാവുന്ന ചോദ്യമാണ്. അപ്പോൾ ഇതെല്ലാം ഈ ചാപ്റ്ററിൽ നിന്ന് വരണമെന്നില്ല, ബട്ട് ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം നമ്മളിത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.